വേദോസം പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറയുന്നവനല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്. അപ്പം വെറുതെ ഏറ്റുപറഞ്ഞാൽ പോരാ, എന്ത് വേണം? ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ പ്രത്യക്ഷമായ പാപങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സഭയിലെ വ്യക്തികൾ വ്യക്തിപരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പ്രത്യക്ഷത്തിൽ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? പ്രത്യക്ഷമായ പാപമല്ല, പിന്നെ എന്താ? സിൻസ് ഓഫ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ. ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം ശ്രദ്ധിക്കത്തുള്ളൂ. 66 സങ്കീർത്തനം 18 വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് അകൃത്യമൊന്നും പ്രത്യക്ഷത്തിൽ നടന്നില്ല, പക്ഷേ ഹൃദയത്തിൽ എന്തായി? അകൃത്യം കരുതിയിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ, എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കയില്ല. നല്ലൊരു ശതമാനം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളും പ്രത്യക്ഷത്തിൽ പാപം ചെയ്യുന്നതിന് അല്പമൊക്കെ മടിയുണ്ടെങ്കിലും ഹൃദയത്തിലെ പാപത്തെക്കുറിച്ച് ഒരു മാനസാന്തരമില്ലാത്തവരാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പാപങ്ങൾ, അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആ പാപം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്ന പോലുമില്ല. അതൊരു പാപമാണെന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരോടുള്ള അസൂയയും പകയും പിണക്കവും എല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഹൃദയത്തിൽ അസൂയ വെക്കുന്നത് പാപമാണ്, ഹൃദയത്തിൽ പക വയ്ക്കുന്നത് പാപമാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുന്നത് പാപമാണ്. അങ്ങനെ ഹൃദയത്തിൽ പാപം കരുതുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകളും. ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് എൻ്റെ പാപങ്ങളെ ഞാൻ ഒഴിച്ചു കളയേണ്ടതുണ്ട്. എപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നാലും ഒരു 10 മിനിറ്റ് കർത്താവിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ ഒന്ന് കാണാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ ഈ സ്വയനീതിയിൽ നിന്നുകൊണ്ട് നമ്മളെ നോക്കിയാൽ പോരാ, ശോധന ചെയ്യാനായിട്ട് ദൈവത്തെ അനുവദിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ എന്നോട് തന്നെ എനിക്കറിയാം, പക്ഷെ ഞാനൊന്ന് ശോധന ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ കാര്യം മനസ്സിലാക്കാത്തത്. മറ്റുള്ളവരൊരു പക്ഷേ മനസ്സിലാക്കത്തില്ല. മറ്റുള്ളവരൊരു പക്ഷേ എന്നെ കൂടുതൽ നല്ലവനായിട്ടേ ചിന്തിക്കത്തുള്ളൂ. ചിലപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും ഞാൻ പല കാര്യങ്ങളും പുറമേ ചെയ്യുന്നത്. അകമേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പാപം തീർച്ചയായിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. ദാവീദിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാമല്ലോ. ദാവീദ് ബത്ശബയുമായിട്ട് ബന്ധപ്പെട്ടു, അവൻ പാപം ചെയ്തു. അത് ഒരു പക്ഷേ അധികം ആൾക്കാർ അറിഞ്ഞു കാണത്തില്ലെന്ന് പറയുന്നത് അറിയുന്നവരുണ്ടായിരിക്കാം, പക്ഷേ പൊതുവെ ആൾക്കാർ അറിഞ്ഞില്ല. അതിനുശേഷം ഊരിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ഒരു മഹാപ്രവൃത്തി ചെയ്തെന്നറിയാമോ? തൻ്റെ പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരൻ മരിച്ചപ്പോൾ അവൻ്റെ വിധവയായ ഭാര്യയെ പട്ടമഹിഷിയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ നാട്ടുകാരൊക്കെ ദാവീദിനെ കുറിച്ച് പറയുന്നത്, ഓ എന്തോരും ധന്യനായ ഒരു മനുഷ്യനാണ്, ഇതുപോലെ തൻ്റെ സ്വന്തം പട്ടാളക്കാരെ സ്നേഹിക്കുന്നത്. അവൻ്റെ ഊരിയാവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഭാര്യയെ കണ്ടില്ലേ, അവൻ സ്വന്തം ഭാര്യയായിട്ടെടുത്തത് എത്ര മഹത്തായ ഒരു പ്രവൃത്തിയായിട്ടായിരിക്കും. ഒരുപക്ഷെ അതൊക്കെ പറയാനായിട്ട് ആൾക്കാർ പാട്ടും പാടി നടക്കാനും ആൾ കാണും. അപ്പം ജനങ്ങളുടെ മുമ്പിലുള്ള ഇമേജ് എന്താണ്? തൻ്റെ പട്ടാളക്കാരോട് വളരെയേറെ കരുണയുള്ളവനായ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അവൻ അകൃത്യം ചെയ്തു. ഹൃദയത്തിൽ തന്നെയല്ല, പുറത്തും ചെയ്തു. പക്ഷേ ജനങ്ങൾ അറിയാത്ത നിലയിൽ അവൻ ഹൃദയത്തിൽ അകൃത്യം ചെയ്തു. ദൈവം നാഥാൻ പ്രവാചകനെ അവൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ടിട്ട് പറയുന്ന കാര്യം, ആ മനുഷ്യൻ നീ പാപം ചെയ്തു, നീയാണ് പാപം ചെയ്തത്. ദൈവം ഒരിക്കലും വിട്ടുകളയത്തില്ല. ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കത്തുമില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഇതുപോലെ അകൃത്യം കരുതുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഒരുപക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, ചില്ലറ കാര്യങ്ങളായിരിക്കും. ചില്ലറ കാര്യമായതുകൊണ്ട് പ്രശ്നമില്ലാതില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടെന്നിരിക്കട്ടെ. ഞങ്ങളുടെ സഭയിൽ കമ്മിറ്റി കമ്മിറ്റി ഉണ്ടെങ്കിൽ 2 പക്ഷം ഷുവറാ, അതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 2 പക്ഷത്തിൽ ഞാൻ സഭയുടെ സെക്രട്ടറി ആണെന്നും ഇരിക്കട്ടെ. ദൈവകൃപയാൽ ഇന്ന് വരെ ഞാനൊരു സഭയുടെ സെക്രട്ടറി ആയിട്ടില്ല, ഇനി ആകാൻ ആഗ്രഹവുമില്ല. കുറിയന്നൂരെ IPC ചർച്ചിൻ്റെ ലോക്കൽ മെമ്പർ എന്നതിനപ്പുറത്ത് എനിക്ക് സഭയുമായിട്ടൊരു ബന്ധവുമില്ല. ചാകുന്നവരെ അങ്ങനെയൊക്കെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതല്ലാതെ വേറെ ഒന്നും ആകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണം. കാര്യം അതൊരു വീഴ്ചയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അല്ല ഒരു വലിയ നന്മയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇനി ഇമാജിനറി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ സഭയുടെ സെക്രട്ടറിയാണ്, എനിക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്, സഭയിൽ 2 പക്ഷമുണ്ട്. അപ്പം ഞാൻ കമ്മിറ്റിയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിലൊരുത്തനുണ്ട്. ഈ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണോ അവനെ എതിർത്തിരിക്കും. അങ്ങനെയാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം. നന്മ പറയുന്ന തിന്മ പറയുന്നുള്ളതല്ല, ആര് പറയുന്നെന്നുള്ളതാണല്ലോ വിഷയം. അപ്പം എന്ത് സഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഉടനെ തന്നെ ഇവനെ എതിർക്കും. എനിക്കാണെങ്കിൽ അങ്ങ് മടുത്തിട്ട് ഒരു രക്ഷയില്ല.
അങ്ങനെ ഇരിക്കെ ഇവൻ്റെ കൊച്ചിന് ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു അസുഖം ഉണ്ടായി. അവൻ്റെ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. സർജറിക്ക് വേണ്ടി 40,000 രൂപ കെട്ടിവെക്കാൻ ഡോക്ടർ പറഞ്ഞു. 40,000 രൂപ പോയിട്ട് ഇവനെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇവൻ പാവമാണ്, എനിക്കാണെങ്കിൽ പൈസ ഉണ്ട്, പക്ഷേ ഇവന് പൈസയും ഇല്ല. അവൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കടം വാങ്ങിച്ചു, ഇടം വാങ്ങിച്ചു, ഒടുവിൽ ഒരു പരിധി വരെ പരിശ്രമിച്ച് 30,000 രൂപ ഉണ്ടാക്കി. എന്നാലും എത്ര കെട്ടിവെക്കാനാണ് പറഞ്ഞത്? 40,000. 10,000 രൂപയുടെ വേണം, അതുകൂടെ കെട്ടിവെച്ചെങ്കിലേ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടാ നിന്റെ സഭയുടെ സെക്രട്ടറി ഉണ്ടല്ലോ, അയാളെ പൂത്ത കാശുണ്ട്, നീ ചെന്ന് അയാളോട് ചോദിയിരും. ഇവൻ ആദ്യം പറഞ്ഞത് എൻ്റെ കൊച്ചി ചത്താലും വേണ്ടില്ല, ഞാൻ എൻ്റെ കാശ് വാങ്ങിക്കത്തില്ലെന്ന്. പിന്നെ ആൾക്കാർ പറഞ്ഞു, എടാ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് കുഞ്ഞിൻ്റെ ജീവനാണ്, നീ പോയെന്ന് ചോദിയില്ലേ. അപ്പോൾ അവൻ പിന്നെ തലയും ചൊറിഞ്ഞ് ഒരു രീതിയിൽ വന്ന് ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഡോറിൽ വന്ന് ബെല്ലടിച്ച് കഥ തുറന്ന് ഞാൻ നോക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നിൽക്കുകയാണ്. എന്നത്തെയും പോലുള്ള ആ ധാർഷ്ട്യമൊന്നുമില്ല, ഒരു പാവമാണ് നിൽക്കുക. അപ്പം ഞാൻ ഇവനെന്തോ പറ്റി, ഇവനൊരു മുഖത്തൊരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ബ്രദറെ, ചുമ്മാ വിളിച്ച ബ്രദറെ എന്നൊക്കെ, അങ്ങനെയൊന്നും മനസ്സിലൊന്നും ഓട്ടിട്ടൊന്നുമല്ല. ബ്രദറെ എന്തുകൊണ്ട് വിശേഷം? ഉടനെ പറഞ്ഞു, അത് സാറേ ഞാൻ വന്നത് കുഞ്ഞ് സുഖമില്ലാതെ ആശുപത്രിയില്ല. ഓ, മാത്തുക്കുട്ടി ബ്രദർ പറഞ്ഞായിരുന്നു സുഖമില്ലെന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ പറഞ്ഞതാ, പറയുന്നതിന് എന്നാ കുഴപ്പം, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം ഇദ്ദേഹം പറഞ്ഞ്, അത് സാറേ മറ്റൊന്നുമല്ല, കുഞ്ഞിനൊരു സർജറി വേണം. ഓ, ഓപ്പറേഷൻ വേണോ? അത് സാറേ ഇപ്പം ഒരു 40,000 രൂപ നാളെ കെട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി പരിശ്രമിച്ച് നോക്കി, പക്ഷേ 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ കിട്ടുമെന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാ. ഓ, അതാ കാര്യമല്ലേ, ആട്ടെ, ഓക്കെ ബ്രദർ, ഞാൻ തരാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമ്മൾ ദൈവമക്കൾ അന്യോന്യം സ്നേഹിക്കേണ്ടത്. ഞാൻ തരാം ബ്രദർ. ഞാൻ അകത്ത് പോയി 10,000 രൂപ എടുത്ത് കൊടുത്തു. ഇത് വാങ്ങിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവനെ ഇവർ പറയാത്ത പള്ളൊന്നുമില്ല. എടാ, നീ അയാളെക്കുറിച്ച് എന്തെല്ലാം വർത്തമാനമാണ് പറഞ്ഞത്, കണ്ടോ, നിനക്കൊരു ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ അയാളെല്ലാം സഹായിച്ചുള്ളോ. എടാ, ഒരു കാര്യം മനസ്സിലാക്കണം, അയാൾ വർത്തമാനം പുറമേ പറയുമെങ്കിൽ ഹൃദയത്തിൽ അയാൾ വിശുദ്ധനാ, അല്ലെങ്കിൽ നിനക്ക് ഈ കാശ് തരുമോ? അപ്പോൾ അയാളും ചിന്തിച്ചു തുടങ്ങി, ശരിയായിരിക്കും, ഞാൻ ഇയാളെ ഇത്രയൊക്കെ വിഷമിപ്പിച്ചെങ്കിലും ഹൃദയത്തിലൊരു ശുദ്ധനായിരിക്കുമെന്ന് അയാളും പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹൃദയശുദ്ധി ഉള്ളവനാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. എൻ്റെ ഹൃദയശുദ്ധി കൊണ്ടൊന്നുമല്ല ഞാൻ ഈ കാശ് കൊടുത്തത്. ഞാൻ കാശ് കൊടുത്തതിൻ്റെ കാര്യം 10,000 രൂപ അയാൾ തരട്ടെ, തന്നില്ലേ പോട്ടെ, 10,000 അല്ല പോകുള്ളൂ, എന്നാലും അടുത്ത കമ്മിറ്റിയിൽ ഇയാൾ മിണ്ടത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഈ കാശ് കൊടുത്തത്. അപ്പോൾ അടുത്ത കമ്മിറ്റിയിൽ ഇവൻ്റെ നാവടയ്ക്കാനായിട്ടാണ് ഞാൻ കാശ് കൊടുത്തതെന്നുള്ളത് ജനങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ ഹൃദയശുദ്ധിയുള്ള ആളാണ്. പക്ഷെ ഞാൻ ഹൃദയശുദ്ധിയുള്ള ആളല്ല. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ട്. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള പാപം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഹിൻഡ്രൻസ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഹൃദയത്തിലെ പാപം. ഇത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. ഒരുപക്ഷെ നമ്മൾ ജനങ്ങളോട് അസൂയപ്പെട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരിക്കും, ബ്രദറെ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അസൂയാണ് മനസ്സിൽ. കണ്ടില്ലേ, അവൻ പുതിയ സ്കോഡ കാർ എടുത്തിരിക്കുന്നു, എന്താ ഉണ്ടായിട്ട് അവൻ എടുക്കുന്നത്, ഉള്ള ശമ്പളം എല്ലാം കൊടുത്ത് പിന്നെ അങ്ങനെ ജീവിക്കുന്നു. ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ കെട്ടിപ്പിടിക്കുന്നത്. കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എന്താണ്? അസൂയ. എൻ്റെ ഹൃദയത്തിൽ അസൂയ, പക, പിണക്കം. പക്ഷെ കെട്ടിപ്പിടിക്കും, ചുമ്മനം കൊടുക്കും, എല്ലാം ചെയ്യും, കൈ കൊടുക്കും, ബ്രദറെ എന്ന് വിളിക്കും. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എൻ്റെ പ്രത്യക്ഷ പാപം ഞാൻ പ്രത്യക്ഷത്തിൽ ഏറ്റു പറയണം, പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ പാപം അത് എന്നെ തന്നെ വഞ്ചിക്കുന്ന ഒരു പാപമാണ്. ഞാൻ വളരെ ശ്രദ്ധാലുവായിരിക്കും. അടുത്തതായിട്ട് സങ്കീർത്തനം 26:2, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ ഹൃദയവും എൻ്റെ അന്തരംഗവും പരിശോധിക്കണമേ. എൻ്റെ ഹൃദയവും, എൻ്റെ ഇന്നർ ബീയിങ്, എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ തന്നെ നീ ഒന്ന് ശോധന ചെയ്യണമേ. എന്തുകൊണ്ട് ശോധന ചെയ്യണം? കാര്യം പ്രത്യക്ഷത്തിലെ പാപം പാപമാണെന്നുള്ളത് എനിക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കരുതുന്ന പാപം പാപമാണെന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ല, പക്ഷെ ആർക്കറിയാം? എനിക്കറിയാം. എന്നാൽ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഹൃദയാന്തർഭാഗത്തിലെ പാപ ഇഷ്ടങ്ങൾ തെറ്റാണെന്നുള്ളത് ഞാൻ തന്നെ പലപ്പോഴും അറിയുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വളരെ വിശുദ്ധനാണെന്ന്. നമ്മുടെയൊക്കെ പല ആളുകളും നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് ഐ ആം ഓൾ റൈറ്റ്. നമ്മുടെ അന്തർഭാഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില ദോഷങ്ങൾ പലപ്പോഴും ആളുകൾ അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. അത് കാലങ്ങൾ കൊണ്ട് ദൈവം വെളിപ്പെടുത്തിയാലേ പറ്റൂ. ദൈവം വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അയ്യോ അത് പാപമായിരുന്നോ, അയ്യോ അങ്ങനെ പറയുന്നത് തെറ്റായിരുന്നോ, അങ്ങനെ ചിന്തിക്കുന്ന തെറ്റായിരുന്നോ.
വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം. സ്നേഹമില്ലാതെ കാണിക്കുന്നതെല്ലാം പാപം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ സ്നേഹത്തിൽ നിന്നല്ലാതെ ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നമ്മൾ പക കരുതി എൻവിയസ് ആയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആളാകാനുള്ള മോഹത്തോടു കൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു കാണും. ഈ സഭാ രാഷ്ട്രീയത്തിലും ഇലക്ഷനിലും ഒക്കെ പോയിട്ടുള്ള ഈ പാർട്ടികളൊക്കെ ചിന്തിക്കുന്നത് അവരതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണെന്നാണ്. ചിലരൊക്കെ കള്ളത്തരമായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ചില പാവങ്ങളുണ്ട്, ഇത് ദൈവത്തിന് വേണ്ടി അല്ലെന്നും അവരുടെ സ്വാർത്ഥ മോഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും അവർ തന്നെ അറിയുന്നില്ല. കപടഭക്തന്റെ ഒരു വലിയ പ്രത്യേകത, അവൻ കാപട്യം കാണിക്കുകയാണെന്നുള്ളത് അവന് അറിയാം. പക്ഷെ ഇവിടെ മൂന്നാമത് പറഞ്ഞ ഈ പാപത്തിന്റെ പ്രശ്നം, അവൻ പാപിയാണെന്നുള്ളത് അവന് തന്നെ അറിയത്തില്ല. യാക്കോബൻ ലേഖനം 1-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ വായിക്കാൻ വേണ്ടിയല്ല, അവിടെ പറയുന്ന വേറൊരു ഭാഗമാണ് അവിടെ പറയുന്നത്. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. നിരൂപിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കപടഭക്തനല്ല, അവൻ ചിന്തിക്കുന്നത് അവൻ ഭക്തനാണെന്നാണ്. അവൻ ഭക്തനല്ല എന്നുള്ളത് അവന് തന്നെ അറിയത്തില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ അന്തർഭാഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അനേക പാപങ്ങൾ നമുക്കുണ്ടായിട്ടും നമ്മൾ ഭക്തരാണെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ മുന്നേറുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെപ്പോഴേ മനസ്സിലാകത്തുള്ളൂ, ദൈവം അത് വെളിപ്പെടുത്തുമ്പോൾ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആ ഭാഗം ഒന്നുകൂടെ വായിക്കും. യഹോവേ, നീ എന്നെ പരീക്ഷിച്ചോദന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും ഒന്ന് പരിശോധിക്കണം. കർത്താവേ, എൻ്റെ ആഴത്തിൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതെന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. എൻ്റെ ആഴത്തിൽ എൻ്റെ സഹോദരിയോട് എനിക്ക് അസൂയ ഉണ്ടെങ്കിൽ നീ അതൊന്ന് ശോധന ചെയ്യണമേ കർത്താവേ. ഒരുപക്ഷെ ഞാൻ ആ ഇടപെടുന്നതൊക്കെ എൻ്റെ അസൂയയിൽ നിന്ന് ആണെങ്കിൽ അതൊന്ന് ശോധന ചെയ്യണമേ. അസൂയ തന്നെ പാവമാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, അല്ലേ? ഞാൻ ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ വളരെ വിശുദ്ധമായ ഒരു സഭയിലെ പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു, സജു, ഞാൻ ഇന്ന സഭയിൽ നിന്നപ്പോൾ വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് ആരും എന്നെ പഠിപ്പിച്ചില്ല. പക്ഷേ ഈ സഭയിൽ വന്നപ്പോഴാണ് വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് ഞാൻ പഠിച്ചത്. ഒരു പാസ്റ്ററാണ്. അപ്പം ഞാനത് പറഞ്ഞു, ഇതിനകത്ത് ഒരു പ്രശ്നം, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ തോറും വ്യത്യാസപ്പെട്ടു വരുമെന്നുള്ളതാണ്. 25 വർഷം മുമ്പ് ചായൻ സഭ വിട്ട സമയത്ത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പാപങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന പാപങ്ങളുടെ ലിസ്റ്റൊക്കെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, കുറച്ച് നമ്പർ. അതൊക്കെ ഒഴിവാക്കാനേ ഈ സഭക്കാർ പഠിപ്പിച്ചുള്ളൂ. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവം നമ്മുടെ ഹൃദയം ശോധന ചെയ്യുമ്പോൾ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് നീണ്ടു പോകുകയാണ്. 5 വർഷം മുമ്പ് പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ 7 അയൽവക്കത്ത് പോലും വരാത്ത കാര്യങ്ങൾ ഇന്ന് പാപത്തിൻ്റെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ 1ാമത് എഴുതുന്നതായിരിക്കും. അതാണ് ദൈവം ശോധന ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം. നമുക്ക് പാപബോധം കൂടുതലുണ്ടാകുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു വരുന്ന ആദ്യത്തെ ദിവസത്തിലല്ല. നമുക്ക് പാപബോധം കൂടുതലുണ്ടാകുന്നത് ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ്. കാര്യം, അവൻ്റെ പ്രകാശത്തിൽ അവൻ ശോധന ചെയ്യുമ്പോൾ, അവൻ്റെ പ്രകാശത്തിൽ നമ്മളവനെ കാണുമ്പോൾ മാത്രമേ നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് എനിക്കുണ്ട് എന്നിരിക്കട്ടെ. എൻ്റെ പിള്ളേർക്കൊന്നും ഫസ്റ്റ് റാങ്ക് ഒന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞത്, എൻ്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നുണ്ടെന്ന് എനിക്കിരിക്കട്ടെ. എൻ്റെ മോൾ പക്ഷേ ഫസ്റ്റ് റാങ്ക് അല്ല, അവൾക്ക് 3rd റാങ്കാണ്. അങ്ങനെ ഇരിക്കെ അവൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ട് എന്ന് വിളിക്കട്ടെ. ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ റാങ്ക് മറ്റുള്ള കാര്യങ്ങളോ ഒരു അക്ഷരം പോലും മിണ്ടുന്ന വീടല്ല, പോട്ടെ. അങ്ങനെ ഇരിക്കെ ആ പെങ്കൊച്ചിനൊരു പനി വന്നു, പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്ന് വെച്ചു. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. എൻ്റെ കൊച്ചിന് 2nd റാങ്കാണ്, ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനൊരു പനി വന്നു. പനി വന്നപ്പോൾ അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്രാവശ്യം മിക്കവാറും എൻ്റെ മോക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമായിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കത്തൊന്നുമില്ല. അങ്ങനെ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയ വിശുദ്ധന്മാരൊന്നുമല്ല നമ്മൾ. അങ്ങനെ ചിന്തിച്ചാൽ പാപങ്ങളുടെ ഏറ്റവും മുകളിൽ എഴുതാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ്. മറ്റൊരാളുടെ നഷ്ടത്തിൽ എനിക്ക് ലാഭമുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നതിനോളം വലിയൊരു പാതകം വാസ്തവത്തിലില്ല.